ഹലോ കൂട്ടുകാരെ, നാളത്തെ സാന്ത്വനം 2 എപ്പിസോഡിൽ നമ്മുടെ ഗോമതിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയാണ്. മറ്റൊന്നുമല്ല, ആനന്ദിനോട് കുറേ നേരം നിർബന്ധിച്ചപ്പോൾ ആനന്ദ് പറയുകയാണ് ദേവി 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നും, പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എനിക്കതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആനന്ദാണ്. അപ്പോൾ ദേവിയോട് ഒക്കെ ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പ്രശ്നം, എന്താണ് യഥാർത്ഥ പ്രശ്നം. അപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ ഉദയഭാനുവും ശ്രീകലയും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഉദയഭാനുവിൻ്റെയും ശ്രീകലയുടെയും സ്വഭാവം അറിയാമല്ലോ, പൊങ്ങച്ചത്തിൻ്റെ ഉസ്താദുമാരാണ്. അവരെന്ത് ചെയ്യും, കുറേ പൊങ്ങച്ചൊക്കെ പറയും. ഇത് ഏകദേശം ഇവിടുത്തെ അവസ്ഥ മോശമാണെന്ന് അറിഞ്ഞിട്ടും അത് കുറച്ചൊക്കെ മനസ്സിലായെങ്കിൽ കൂടിയും അവർ ഈ പൊങ്ങച്ചമൊക്കെ നിർത്തുന്നില്ല. അപ്പോൾ ഗതി കെട്ടിട്ട് ആനന്ദ് എന്ത് ചെയ്യും, സത്യം തുറന്ന് പറയും. അതായത് ഇവർക്ക് സ്വത്തുക്കളൊന്നുമില്ല, ഇവർ കള്ളം പറഞ്ഞിട്ടാണ് നമ്മളെ വിവാഹം കഴിപ്പിച്ചിട്ടുള്ളത്, ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ യഥാർത്ഥ അവസ്ഥ പുറത്ത് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഗോമതിയുടെ കൺട്രോൾ പോവും. ഗോമതിക്കാകെ ദേഷ്യം വരും. അപ്പോൾ ഗോമതി പറയും, ഇങ്ങനത്തെ ഞങ്ങൾ ഇത്രയും കാലം പറ്റിച്ചിട്ടുള്ള ഒരു മകളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ നീ ഇത് മാത്രമാണോ ചെയ്തിട്ടുള്ളത്, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ദേവിയുടെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് ദേവീനെ ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട്. നീ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങളോട് ഒളിപ്പിച്ചു വെച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നീ ഞങ്ങൾ പറഞ്ഞ് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കുറച്ച് കൂടുതൽ തന്നെയാണ്. കാരണം ദേവി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇത്രയധികം ക്രൂശിക്കാനുള്ള തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ല. അപ്പോൾ ദേവി പറയുന്നുണ്ട്, പ്ലീസ് അമ്മ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഇവിടെ നിന്ന് പുറത്താക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗോമതി സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്, നീ ഇവിടെ നിന്ന് പോകണം, ഞങ്ങൾക്ക് ഇനി നിന്നെ മകളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. അപ്പം നമ്മൾ ദേവി ചെന്നിട്ട് ബാലൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബാലച്ച പ്ലീസ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കല്ലേ എന്ന് പറഞ്ഞ് ബാലനോട് പറയുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, എന്നെ പറ്റിച്ച ഉദയഭാനുവിൻ്റെ മകളെയാണ് ഇനി ഞങ്ങളുടെ മരുമകളായിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാലനും പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടൊക്കെ ശ്രീകല ഭയങ്കര ദേഷ്യത്തിലാണ്. ശ്രീകല പറയും, ഞങ്ങളുടെ മകളേനെ ഞങ്ങൾ ഈ വീട്ടിലോട്ട് വിവാഹം കഴിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവൾ തീർച്ചയായും ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയണം. അങ്ങനെ ശ്രീകലയും രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ്. ഉദയഭാനു കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വെച്ചെങ്കിലും ശ്രീകല വളരെ ദേഷ്യത്തിൽ തന്നെയാണ്. അപ്പോൾ അതൊന്നും പറ്റില്ല, നിങ്ങളെ മകളെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം എന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്ന് ചൂടാവുകയാണ്. അപ്പോൾ ദേവിയില്ല ഗോമതി. അപ്പോൾ ഗോമതിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവി കുറേ കരയുന്നും പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സന്ദർഭത്തിൽ ആനന്ദിനാകെ കയ്യിൽ നിന്ന് പോയും. ആനന്ദിനാകെ ദേഷ്യവും സങ്കടവും വന്നിട്ട് ആനന്ദ് എന്ത് ചെയ്യും, അവിടെ നിൽക്കുന്ന ഒരു ഷോക്കേസിലേക്കുന്ന പീസ് എടുത്തിട്ട് ഉദയഭാനുവിനെയും ശ്രീകലനെ അടിക്കാനൊക്കെ വരുന്നുണ്ട്. അവസാനം ഗോമതി ദേവിയുടെ അച്ഛനും അമ്മേനെയൊക്കെ വീടിന് പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുകയാണ്. അപ്പോൾ ദേവി ആ ദേവമംഗലത്തിൻ്റെ മുൻപിൽ നിന്ന് കരയുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ കഥയറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.